നമസ്കാരം. കേരളത്തിൽ കൊടും ചൂടിന് ആശ്വാസമായി വരും ആഴ്ചകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. മെയ് രണ്ടാം വാരം മുതൽ സംസ്ഥാനത്ത് വേനൽ മഴ ശക്തിപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. മെയ് മാസത്തിലെ 2, 3, 4 ആഴ്ചകളിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ഇത്തവണ പ്രതീക്ഷിക്കാം. വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന പുതിയ ന്യൂനമർദ്ദത്തിന് പുറമെ ആഗോള മഴപ്പാത്തിയായ മാഡർ ജൂലിയൻ ഓസിലേഷൻ അനുകൂലമാകുന്നതും മഴയുടെ ശക്തി വർദ്ധിപ്പിക്കും. മെയ് പകുതിയോടെ പ്രീ മൺസൂൺ മഴ സജീവമാകും. വരാനിരിക്കുന്ന ജൂലൈ മാസത്തോടെ എൽ നിനോ പ്രതിഭാസം മഴയെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ജൂണിൽ സാധാരണ പോലെ മഴ ലഭിക്കുമെങ്കിലും ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ കുറഞ്ഞേക്കാം. എൽ നിനോ സാധ്യത കണക്കിലെടുത്ത് കർഷകർ കൃഷിപ്പണികൾ കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. വളമിടുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ജൂൺ ആദ്യ വാരത്തിൽ തന്നെ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. സാധാരണ കർഷകർക്കിടയിൽ ചെയ്യാറുള്ള കൃഷിപ്പണികൾ ഇത്തവണ നേരത്തെയാകുന്നത് ഉചിതമായിരിക്കും. ചുരുക്കത്തിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ മഴ ശക്തമാകും. ചുട്ടുപൊള്ളുന്ന വേനലിനേക്കാൾ ചില സാഹചര്യങ്ങളിൽ കൂടുതൽ അപകടകരമാകുന്നത് ചൂടും ഈർപ്പവും ചേർന്ന താപസമ്മർദ്ദമാണെന്നാണ് പുതിയ പഠന മുന്നറിയിപ്പ് നൽകുന്നത്. ക്ലൈമറ്റ് ഡൈനാമിക്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം ഇന്ത്യയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗൗരവം വീണ്ടും അടിവരയിടുന്നു. സാധാരണ ഉയർന്ന താപനില മാത്രം പ്രശ്നമല്ല, അതിനൊപ്പം ഉയർന്ന അന്തരീക്ഷ ഈർപ്പം കൂടുമ്പോഴാണ് അപകട സാധ്യത വളരെയേറെ കൂടുന്നത്. ഡോക്ടർ അക്ഷയ് ദേവറസിന്റെ നേതൃത്വത്തിൽ 80 വർഷത്തെ കാലാവസ്ഥാ വിവരങ്ങൾ വിശകലനം ചെയ്ത് നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. പഠനം അനുസരിച്ച് ചൂടും ഈർപ്പവും ചേർന്ന സാഹചര്യങ്ങളിൽ മനുഷ്യ ശരീരം അനുഭവിക്കുന്ന താപസമ്മർദ്ദം വടക്കേ ഇന്ത്യയിലെ ചില ഘട്ടങ്ങളിൽ സാധാരണയേക്കാൾ 125% വരെ ഉയരുവാൻ സാധ്യതയുണ്ട്. മൺസൂൺ സജീവമായ സമയത്ത് വടക്കേ ഇന്ത്യയിൽ അപകട സാധ്യത കൂടുതലായിരിക്കുമ്പോൾ മഴയുടെ ഇടവേളകളിൽ ഈ ഭീഷണി തെക്കേ ഇന്ത്യയിലേക്ക് മാറുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കൂടുതൽ ബാധിക്കപ്പെടുകയാണ്. മനുഷ്യ ശരീരം ചൂട് നിയന്ത്രിക്കുന്നത് പ്രധാനമായും വിയർക്കലിലൂടെയാണ്. ഈ വിയർപ്പ് ബാഷ്പീകരിക്കുമ്പോൾ ശരീരത്തിലെ ചൂട് പുറത്തേക്ക് നീങ്ങുന്നു. എന്നാൽ ഈർപ്പം കൂടുതലായി വിയർപ്പ് ശരിയായി ബാഷ്പീകരിക്കില്ല. ഈ ശരീരത്തിലെ ചൂട് പുറത്തേക്ക് പോകാതെ അടിഞ്ഞുകൂടും. ഇതോടെ ശരീര താപനില അപകടകരമായി ഉയരുകയും ഇതാണ് താപസമ്മർദ്ദത്തിന്റെ പ്രധാന കാരണവുമാകുന്നത്. നഗരപ്രദേശങ്ങളിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ചൂട് ശോഷിച്ച് നിലനിർത്തുന്നു. കെട്ടിടങ്ങൾക്കിടയിൽ ഈർപ്പം കുടുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഹരിതാവരണം കുറവായതുകൊണ്ട് തന്നെ തണുപ്പിക്കൽ കുറയുന്നു. ഇത് അർബൻ ഹീറ്റ് ഐലൻഡ് ശക്തിപ്പെടുത്തുകയാണ്. താപസമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ക്ഷീണം, തലകറക്കം, ഓക്കാനം, ഛർദി, വേഗത്തിലുള്ള നാഡിയുമിടിപ്പ് എന്നിവയാണ്. ഗുരുതരമായാൽ ഉഷ്ണാഘാതവും ആശയക്കുഴപ്പം, ബോധം നഷ്ടപ്പെടൽ എന്നിവയൊക്കെ സംഭവിക്കാം. കൂടുതൽ അപകട സാധ്യത ഉള്ളത് പ്രായമായവരിലും കുട്ടികളിലും പുറംജോലിയിൽ ഏർപ്പെടുന്നവരിലും ഹൃദ്രോഗികളിലും പ്രമേഹ രോഗികളിലുമാണ്. ദീർഘകാല പരിഹാരങ്ങളായി വേണ്ടത് നഗര ഹരിതവൽക്കരണം, കൂടുതൽ മരം നട്ടുപിടിപ്പിക്കുക, കോൺക്രീറ്റ് ഉപയോഗം കുറയ്ക്കൽ എന്നിവയാണ്. മുൻകരുതലെടുക്കേണ്ടത് മതിയായ വെള്ളം കുടിക്കുക, നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കുക, ഇറുക്കമില്ലാത്ത വസ്ത്രം ധരിക്കുക, വിശ്രമം എടുക്കുക എന്നിവയാണ്. ഈ 2 അല്ലെങ്കിൽ 4 ആഴ്ച മുൻപ് ചൂടും ഈർപ്പവും ചേർന്നുണ്ടാകുന്ന താപസമ്മർദ്ദ സാധ്യത ഇനി 2 മുതൽ 4 ആഴ്ച വരെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ആരോഗ്യ മുന്നറിയിപ്പുകൾ നൽകാം, തൊഴിലാളികൾക്ക് സമയക്രമം ക്രമീകരിക്കണം, നഗരങ്ങളിൽ മുൻകരുതൽ നടപടികളൊക്കെ കൈക്കൊള്ളാം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ചൂട് മാത്രമല്ല, ചൂടും ഈർപ്പവും ചേർന്ന സാഹചര്യവും കൂടിയാണ് ഇനി കൂടുതൽ അപകടകരമാകുന്നത്. ശാസ്ത്രീയ പഠനങ്ങൾ നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ ഗൗരവമായി കാണുകയും വ്യക്തിഗതമായും സമൂഹ തലത്തിലും മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കൂടാതെ കേരളത്തിൽ പലയിടങ്ങളിലും അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കോ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം നൽകിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും 6-ാം തീയതി കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും 8-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴ സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.